അന്നേരം കാനഡയിൽ നിന്ന് വിളിച്ച് അജിത്തേട്ടന്റെ സാധനം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് കൊണ്ടു കൊടുക്കാൻ പോവാണ്. അന്നേരം പോകുന്ന ഭാഗത്തെ വിശേഷങ്ങളും കൂടെ ഒക്കെ പങ്കുവെക്കുക. എന്ന് വെച്ചാൽ അതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിലെ വീഡിയോകളൊക്കെ. അന്നേരം വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നതും എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. അജിത്തേട്ടന്റെ അഭിപ്രായമായിരുന്നു വീട്ടിൽ കൊടുക്കുന്നതും കൂടെ ഉൾപ്പെടുത്തണമെന്ന്, അതും ഉൾപ്പെടുത്തുന്നുണ്ട്. അന്നേരം മാക്സിമം പറ്റുന്ന രീതിയിൽ എല്ലാ വീഡിയോ ചെയ്യും. എല്ലാവരുടെയും സ്നേഹം സപ്പോർട്ട് മതി. എന്നാലും ഞങ്ങൾ ഇതുകൊണ്ട് ഇറങ്ങാൻ പോകും. ഒരുപാട് താമസിച്ചു. രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ നടന്നില്ല. ഇപ്പൊ വൈകിട്ടായി, നല്ല മഴക്കൂളും ഉണ്ട്. ഇനി എന്താ പോകുമെന്ന് അറിയത്തില്ല. ഏതായാലും പോയിട്ട് വരാം. വരെ ആയി. റോഡും കടലോട്ട് വലിയ ദൂരം പോലും ഇല്ല. ഇവിടെ അടുക്കിയിരുന്ന പാറയെല്ലാം ഒന്ന് പോയി കേട്ടോ. ഇവിടെ എല്ലാം പാറയും അത് ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്യാം. ഇവിടെ നമ്മൾ നേരത്തെ വന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ, ഫോട്ടോ ഒക്കെ എടുത്തിട്ടുള്ളൂ അല്ലേ? റെക്കോർഡാണ് ഇങ്ങനെ. വൈകിട്ടാകുമ്പോൾ ഇവിടെ എല്ലാ ആളുകളുണ്ട് ഒരുപാട് അല്ലേ? എല്ലാം ഒരു വെളിയിൽ നല്ല ഉപ്പ് കാറ്റ്, എന്താ ഉപ്പ് വായിലോട്ട് വന്ന് വീഴുന്നു. കടലിൽ ഉപ്പുള്ള വായിലോട്ട് വന്ന് വീഴുന്നു. ചെറിയൊക്കെ ഉപ്പ് വായി. ഇതിനകത്ത് വെള്ളം വീഴുന്നില്ലേ? വെള്ളം വീഴുന്നു. വൈകിട്ടാൽ രസം ഇതില്ലേ പോകാനല്ലേ? ഇത് സ്കൂളാണ്. മംഗലത്തല്ലേ പറഞ്ഞു പള്ളിയൊക്കെ ആണ്. പള്ളിയുണ്ട്. മംഗലത്ത് ഇവിടെ ഒരു അമ്പലമുണ്ട്. ഞാൻ നേരത്തെ ഇവിടെ കല്യാണ ഓട്ടം വന്നതാണ്. ചേട്ടാ ഇതല്ലേ മംഗലം? എന്ത് കണ്ട് ഈ ചേട്ടനെ അറിയോ? ഏതാ അതെ ഓണാക്കി ഓണല്ലേ? ഓണല്ലായിരുന്നു, കിട്ടിയില്ലേ? അമ്പലത്തിലവർക്ക് അത് അണിച്ചോറ് അന്നേരം തെക്കാടുണ്ട്. ക്യാമറ ഓഫ് ചെയ്യല്ലേ? നമ്മള് ചേട്ടൻ്റെ അജിത്തേട്ടൻ്റെ വീട്ടിൽ എത്താറായിട്ടുണ്ട്. നമുക്കൊരു മുന്നേ പോകുന്ന ചേട്ടൻ നമുക്ക് വഴി കാണിച്ചു തരാതെ റിവ്യൂ കാണിച്ചു തരാതെ അജിത്തേട്ടൻ്റെ പരിചയക്കാരനായിരിക്കാം, അത്ര സുഹൃത്തായിരിക്കാം. അന്ന് ചോദിച്ചപ്പോഴേ ഫോട്ടോ കാണിച്ചപ്പോഴേ പറഞ്ഞു ഓ ശരി ചേട്ടാ, ഓക്കെ താങ്ക് യു. കയറി വരുമ്പോൾ തന്നെ അജിത്തേട്ടൻ്റെ അതൊക്കെ തന്നെ ആനയുണ്ട് കേട്ടോ. ആനയുണ്ട്, ആനയെന്ന് കാണിച്ചു. അജിത്തേട്ടൻ്റെ അമ്മയല്ലയോ? പറഞ്ഞാരോ അജിത്തേട്ടൻ? അജിത്തേട്ടൻ വല്ലതും പറഞ്ഞോ? അജിത്തേട്ടൻ്റെ അമ്മയാണോ? അമ്മയുടെ പേരെന്തുവാ? അംബിക. അമ്മ മാത്രമേ ഉള്ളൂ, വേറെ ആരുണ്ട് ഇവിടെ? ആണോ? ഇവിടെ പള്ളിയിൽ പോയായിരുന്നു. പോകാനെന്ന് വെച്ചാൽ ചുമ ആണോ? മുളകൊടിയും മല്ലിപ്പൊടിയും കൊണ്ടുവന്നേ. വിളിച്ചായിരുന്നു എന്നെ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അവിടെ ഇപ്പൊ രാത്രിയല്ലേ? ഇന്നലെ തോന്നി. ഇവിടൊക്കെയോ ഇറങ്ങട്ടെ വേണം. അണ്ണൻ വീഡിയോ കണ്ടോണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയത് ഒരുപാട് സന്തോഷം കേട്ടോ. അമ്മയെ വന്ന് പരിചയപ്പെടാനും പറ്റി. പിന്നെ ഇതൊക്കെ ജീവിതത്തിലെ വലിയ കാര്യങ്ങളമ്മ. ഇപ്പൊ അതുകൊണ്ടല്ലേ ഇവിടെ വന്ന് അമ്മയെ പരിചയപ്പെടാൻ പറ്റി അല്ലേ? ഞങ്ങൾ ഇറങ്ങട്ടെ എന്നാ. ഓക്കെ. രണ്ട് പെൺമക്കളാമേ. അവര് വൈഫിന്റെ വീട്ടിലോട്ട് പോയി.
എന്നാൽ നമ്മൾ അയിത്തേട്ടന്റെ വീട്ടിൽ സാധനം എത്തിച്ചിട്ടുണ്ട്. അയിത്തേട്ടന്റെ അമ്മയാണ് ഇരിക്കുന്നത്. അയിത്തേട്ടന്റെ അമ്മയും പരിചയപ്പെടാൻ പറ്റി. ഇതൊക്കെ ജീവിതത്തിലെ വലിയ വലിയ സന്തോഷങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ ഓരോ ദിവസം ഓരോരുത്തരെ ഒരുപാട് പേരെ പരിചയപ്പെടുന്നുണ്ട്. ഓരോ ദിവസം പുതിയ പുതിയ ആളുകളെ ഇങ്ങനെ പരിചയപ്പെടുമ്പോൾ ഒരുപാട് സന്തോഷങ്ങൾ. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമാണ്. ഇതൊക്കെ ഓരോരുത്തരെ ഡെയിലി പരിചയപ്പെടുന്നു. ആ വീഡിയോ ചെയ്യുന്നുണ്ട്. അജിത്തേട്ടനെ പരിചയപ്പെടാൻ പറ്റി. അമ്മ ഇപ്പൊ വീടെ വന്ന അമ്മയും പരിചയപ്പെടാൻ പറ്റി. ഒരുപാട് സന്തോഷം. അന്നേരം ഓക്കെ അമ്മേ, എന്തേലും നമ്പർ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. ആ നമ്പർ വിളിച്ചാൽ മതി. ഓക്കെ.